ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് 2 കളർ ജെയ്ഡ് വൈൻ പൂക്കളെ പരിചയപ്പെടാം കേട്ടോ. ഇത് ഈ കാണുന്നതാണ് ജെയ്ഡ് വൈൻ. 2 നിറത്തിലാണ് ഇപ്പോൾ സാധാരണ കേരളത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ ആദ്യം കാണിച്ച ബ്ലൂവും ഒന്ന് തീമഴ പെയ്യുന്നത് പോലെയുള്ള ഈ റെഡും അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പീൻസിൽ നിന്നാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. ഫിലിപ്പീൻസിൽ നിന്നാണ് ഇത് നാട്ടിലോട്ട് വന്നിട്ടുള്ളത്, നമുക്ക് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്ന സുന്ദരിയാണ്. ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ പൂത്ത് കിടക്കുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. ഇത് ബ്ലൂ ജെയ്ഡ് വൈനാണ്. നമുക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നത് റെഡ് ജെയ്ഡ് വൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബ്ലൂവും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നിറച്ച് പൂക്കുന്നതാണ്. നമ്മൾ തൈ വെച്ച് കഴിഞ്ഞാൽ 8ാം മാസം മുതൽ തന്നെ പൂക്കൾ തന്നു തുടങ്ങുന്നതാണ് ജെയ്ഡ് വൈൻ. അപ്പോൾ ജെയ്ഡ് വൈൻ നടുന്നതിന് മുമ്പും ജെയ്ഡ് വൈൻ വളർത്താൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പും കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഫിലിപ്പീൻസാണ് ഇതിൻ്റെ ജന്മദേശം. ഇതിൻ്റെ വലിയ കൂർത്ത നഖങ്ങൾ പോലെയുള്ള പൂക്കളാണ്. അപ്പോൾ ഇത് ഒരുപാട് കളറുകളിൽ വിദേശ രാജ്യങ്ങളിൽ കാണുന്നുണ്ടെന്ന് പറയുന്നത്. ഇളം പച്ച, നീല, റെഡ്, ഈ 3 കളറിലാണ് കേരളത്തിൽ ഇത് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ റെഡും ഇളം പച്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് മുക്കുന ബനേറ്റിൽ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വള്ളിച്ചെടിയാണ്. പക്ഷെ വെട്ടി നിർത്തിയാൽ വള്ളിയാക്കാതെയും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താ പറയുക, അതിമനോഹരമായ അസാധാരണമായ പൂക്കളെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിന് ജെയ്ഡ് വൈൻ എന്ന് മാത്രമല്ല, എമറാൾഡ് വൈൻ എന്നൊരു പേരുകൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തേൻ കണ്ടൻറ്റ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നിറച്ച് കുഞ്ഞു പക്ഷികളും അതുപോലെ തന്നെ ശലഭങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് വിത്തുകൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതിനധികം വിത്തുകൾ ഉണ്ടാവില്ല. കാരണം പരാഗണം നടക്കില്ല എന്നുള്ളതാണ് ഇവിടെ. കാര്യം ഇതിൻ്റെ പ്രത്യേകതരം വവ്വാലുകളാണ് ഇതിൽ പരാഗണം നടത്തുന്നത്. ആ വവ്വാലുകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കായ ഉണ്ടാകുന്നത് റെയറായിട്ടാണ്, വളരെ കുറവാണ് കേരളത്തിൽ ഇതിൻ്റെ കായകൾ ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജെയ്ഡ് വൈനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ പറയാൻ. എന്തൊക്കെയാണെന്നറിയാമോ? ശരിക്കും ഞാൻ ജെയ്ഡ് വൈനെ കാണുന്നത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മൂന്നാർ പോകുന്ന സമയത്താണ്. അവിടെ വെച്ചിട്ടാണ് ഈ ജെയ്ഡ് വൈൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. റെഡാണ് കാണുന്നത്, ഇങ്ങനെ പന്തൽ പോലെ പിടിച്ച് തൂങ്ങിക്കിടക്കുക. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന ഒരു പൂവാണ് കേട്ടോ. നല്ല വലിപ്പത്തിൽ ഇങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന പൂക്കളായിരുന്നു അന്ന് കണ്ടത്. ഒരു പന്തൽ തന്നെയായിരുന്നു കണ്ടത്. പക്ഷേ അന്ന് ചോദിച്ചപ്പോൾ അത് ഇതുപോലുള്ള തണുപ്പ് സ്ഥലങ്ങളിൽ മാത്രമേ പൂ പിടിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് തൈയൊന്നും മേടിക്കാൻ നിന്നില്ല. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ട്രിവാൻഡ്രമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഇത് പൂക്കില്ല എന്നൊരു ധാരണ ആദ്യമേ എനിക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ തൈകളോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിരുന്നില്ല, മേടിച്ചു കിട്ടൂല. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെയിലിലേക്കൊക്കെ വരുന്നതും. അങ്ങനെ നമ്മൾ ചെടികളൊക്കെ മേടിക്കാനായിട്ട് ട്രിവാൻഡ്രത്തെ പ്രശസ്തമായ ആത്മനിലയം നഴ്സറിയിലേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ ദൂരേന്നേ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു ഒരു തൂണിന് മുകളിൽ ഒരു തീ മഴ. നിങ്ങൾക്ക് ഇതെന്താ തീ ഇറങ്ങി വരുവാണോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്ന് ചെല്ലുക. ഇതെന്താണെന്ന് നോക്കി അടുത്തോട്ട് ചെല്ലുമ്പോൾ തീമഴ പൂമഴയായി മാറുക. നിറച്ചിങ്ങനെ റെഡ് ജെയ്ഡ് വൈൻ ഇങ്ങനെ പൂത്ത് ഒരു സിമൻറ്റ് തൂണായിരുന്നു. ആ തൂണിന് മുകളിലൂടെ ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന കാഴ്ച, മനോഹരമായ കാഴ്ച. ആ കാഴ്ച ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതോടുകൂടി എനിക്കൊരു തെറ്റിദ്ധാരണമാണ്, ട്രിവാൻഡ്രത്തും പൂക്കും. കാര്യം ആത്മനിലയം എന്ന് പറയുന്ന ഗാർഡൻ ഇരിക്കുന്നത് പാറശാലയാണ്. പാറശാല ചെറുവാരക്കോണത്താണ്. നല്ല ചൂടുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ ഇതിങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് പൂക്കില്ല എന്നൊരു ചിന്ത വന്നു. അപ്പോഴും തന്നെ നമ്മളതിൻ്റെ തൈകൾ മേടിച്ച് വീട്ടിൽ വെച്ചു. ഞാൻ അന്ന് 4 തൈകളായിരുന്നു മേടിച്ചിരുന്നത്. 4 തൈകളാണ് ഇന്നിപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് പടർന്ന് പന്തലിച്ച് ഈ കാണുന്നതൊക്കെ അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. എപ്പോഴും എല്ലാ സീസണിലും പൂക്കുന്ന അടിപൊളി പ്ലാന്റായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് പന്തലിട്ടിരിക്കുന്ന 4 പ്ലാന്റ്സാണ്. അത് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ശരിക്കും ഇതാണ് എൻ്റെ ജെയ്ഡ് വൈൻ്റെ തുടക്കമെന്ന് വെച്ചാൽ. ശരിക്കും ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് ഇത് ട്രിവാൻഡ്രം പോലുള്ള സ്ഥലങ്ങളിൽ
പൂക്കില്ല എന്നൊക്കെ ഉള്ളത് തെറ്റാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് പൂക്കുന്നതാണ്, നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കൾ വിരിയുന്നതാണ്. എനിക്ക് ചില സമയത്ത് തോന്നും വയനാട്ടിലെയും മൂന്നാറിലെയും ക്ലൈമറ്റിലേക്കായിട്ട് നല്ല തീ നിറം കിട്ടുന്നത് ഈ ട്രിവാൻഡ്രം ക്ലൈമറ്റിലാണെന്നുള്ളത്. ട്രിവാൻഡ്രത്തെ ചൂടിൽ ഇത് അടിപൊളിയായിട്ട് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും കേട്ടോ. എനിക്ക് ഏതാണ്ട് 28 ദിവസത്തോളം ഒരു കൊല പൂക്കൾ നിൽക്കുന്നുണ്ട്. അതായത് പൂത്ത് കഴിഞ്ഞാൽ പന്തലിങ്ങനെ ഒരു മാസത്തോളം കാണാനുണ്ടാവുമെന്നർത്ഥം. പിന്നെ ഓരോ ഇതും പൂത്ത് കഴിയുമ്പോൾ അടുത്തടുത്തതായിട്ട് വരുന്നത് നല്ല രസമാണ്. വർഷത്തിലൊരു 4ഓളം പ്രാവശ്യം, 4 കഴിഞ്ഞ വർഷം ഏതാണ്ട് 5ഓളം പ്രാവശ്യം നമുക്കിത് പൂത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഒരേ ഒരു പാടെന്താണെന്ന് വെച്ചാൽ പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ദിവസവും രാവിലെ അടിച്ചു വരാൻ കുറേ ഉണ്ടാവും കേട്ടോ. കാര്യം രാവിലെ എണീക്കുമ്പോൾ ഇത് തറയിലിങ്ങനെ കൊഴിയുന്ന പൂക്കൾ ഇങ്ങനെ ഉതിർന്ന് വീണ് കിടക്കും. അപ്പോൾ അത് വാരിക്കൂട്ടി കളയുക വെച്ചാൽ നല്ല കട്ടിയാണ് ഇതിൻ്റെ പൂക്കളുടെ ഇതളുകൾക്കെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് വാരിക്കൂട്ടി കളയുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം പിന്നെ വീട്ടുമുറ്റമൊക്കെ ഉള്ളവർ, വീട്ടിൽ പന്തലിടാൻ പറ്റുന്നവരൊക്കെ പന്തലിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണിത്. അതുമാത്രമല്ല, ഇപ്പോൾ മുറ്റമൊന്നുമില്ല, മതിലൊക്കെയാണ് പടർത്തേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും മതിലിലും പടർത്തി വിടാൻ പറ്റിയ അടിപൊളി ചെടിയാണ്. അല്ല തൂണുകളാണെന്നുണ്ടെങ്കിൽ തൂണുകളിലേക്ക് പടർത്തി വിട്ട് വളർത്താൻ പറ്റുന്നതാണ്. എന്തായാലും 2 കളർ ഫ്ലവേഴ്സാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും തൈകളും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും തൈകൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 8 മാസം ആകുമ്പോൾ തന്നെ കൃത്യമായി പരിചരണം കൊടുത്താൽ 8ആം മാസത്തിൽ തന്നെ പൂത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചട്ടിയിലും വെച്ച് വളർത്തിയെടുക്കാം, തറയിലും വെച്ച് വളർത്താം. പിന്നെ ഇതിന് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ ഇതിന് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട്. ഇതിൻ്റെ പരിചരണം മറ്റ് ചെടികളുടെ പരിചരണം പോലെ അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മറ്റ് ചെടികളൊക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ വളമിട്ട് കൊടുക്കും, ഓരോ മാസം ആകുമ്പോൾ അടുത്ത വളമിട്ട് കൊടുക്കും. അങ്ങനെ ഒരുപാട് വളങ്ങൾ നമ്മൾ കോരി കൊടുക്കും അല്ലേ. പക്ഷേ ജെയ്ഡ് വൈന് വളം കൊടുത്താൽ പണി കിട്ടും. വളം ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ വളം കൊടുത്താൽ ഇത് പൂക്കില്ല. ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും പറയുന്നതാണ് കേട്ടോ. വെള്ളവും വളവും അധികം വേണ്ടാത്ത ഒരു ചെടിയാണ് ജെയ്ഡ് വൈൻ എന്ന് പറഞ്ഞാൽ. വെള്ളവും വളവും അധികം ആയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഭയങ്കരമായ ഇലച്ചാർത്തായിരിക്കും. നിറച്ച ഇലകൾ ഇങ്ങനെ തിങ്ങി നെരുങ്ങി വരും, പക്ഷെ പൂക്കൾ കുറവായിരിക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം എന്ന് വെച്ചാൽ 2 ദിവസത്തിൽ ഒരിക്കലെങ്ങാനും കൊടുത്താൽ മതിയാവും. അത് ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നനവ് നോക്കിയിട്ട് എത്രത്തോളം ഒരുപാട് നനവുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വളം ഒരു കാരണവശാലും യാതൊരു വളങ്ങളോ ഫ്ലവറിങ് ബൂസ്റ്ററോ ഒന്നും ഇതിന് കൊണ്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൂക്കാൻ മടിക്കും. യാതൊരു കെയറും ഇല്ലാതെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ചിങ്ങനെ പൂക്കൾ തരും. ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക, ഓവറായിട്ട് കൊടുക്കാതിരിക്കുക. അപ്പോൾ അടിപൊളി പൂക്കളുമായിട്ട് ജെയ്ഡ് വൈൻ ഇങ്ങനെ എന്താ പറയുക, നല്ല രസമായിട്ട് ഓരോ വീട്ടുമുറ്റത്ത് നിൽക്കട്ടെ. നല്ല രസമാണ്. പിന്നെ ഇത് പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ്. എന്ന് വെച്ചാൽ ഇത്രയും വലിയ പൂക്കൾ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അപൂർവമായ അസാധാരണമായൊരു ചെടി, അപൂർവ ഭംഗിയുള്ളൊരു ചെടി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു തോളിൽ നിന്ന് താഴെ കൈപ്പത്തി വരെ വരുന്ന അതൊന്നും വലുപ്പത്തിൽ ചില സമയത്ത് ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. നല്ല വലുപ്പത്തിൽ ഒരു കൊല പൂവിൻ്റെ ഭാരം തന്നെ നല്ല ഭാരമാണ്. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിലും നല്ല കട്ടിയാണ് കേട്ടോ ഈ പൂക്കൾക്ക്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ മഴക്കാലം ഇച്ചിരി ടാസ്ക്കാണ്. മഴക്കാലത്ത് ഈ പൂക്കൾ വിരിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴവെള്ളം വീഴുമ്പോൾ ഈ ഇതളുകൾക്കകത്ത് മഴവെള്ളം നിൽക്കും. എന്ന് വെച്ചാൽ വലിയ ഇതളുകളല്ലേ, ഓരോ ഇതളും ഈ നഖത്തിൻ്റെ ആകൃതിയിലാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വെള്ളം കയറാനുള്ള സംഭവമുണ്ട്. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്താ പറയുക, തൂങ്ങി നിൽക്കും. എന്ന് വെച്ചാൽ ഏത് നിമിഷം ഇങ്ങനെ പൊട്ടി വീഴാൻ പരുവത്തിൽ നിൽക്കും. അപ്പോൾ മഴക്കാലത്ത് ഈ പൂവിന് നിൽക്കുന്നതിൻ്റെ ആയുസ് കുറച്ച് കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ 28 ദിവസത്തോളം പൂക്കൾ വിരിഞ്ഞാൽ നിൽക്കും. പക്ഷെ മഴയുള്ള സമയത്താണ് പൂക്കൾ വിരിയുന്നതെങ്കിൽ അത്രത്തോളം ദിവസം നിൽക്കില്ല, പെട്ടെന്ന് പൂക്കൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം അലർജി ആയിട്ടുള്ളൊരു ചെടി തന്നെയാണിത്. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ, ജെയ്ഡ് വൈൻ അല്ലെങ്കിൽ എമറാൾഡ് വൈൻ. രണ്ടായിരുന്നാലും ഈ 2 കളറും നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.